നമ്മൾ ചെടികൾ മാത്രം നട്ട് വളർത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ലല്ലേ. നമ്മുടെ ഗാർഡൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ആ ഗാർഡൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ ഭംഗി എടുത്തറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. റോക്കി ഭയങ്കരമായിട്ട് അങ്ങോട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ഭയങ്കരമായിട്ട് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും അവൻ മെയിൻ ആയിരിക്കണം എന്നുള്ള ചിന്തയുള്ള കുട്ടിയാണ്. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. അപ്പം നമ്മുടെ ഗാർഡൻ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ 2 മണി പ്ലാന്റുകളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇല്ല കാണുന്ന മരം, ആ നേരെ കാണുന്നത് മാവാണ്. ആ മാവിലായിട്ട് ഒരു ആണി അടിച്ച് ഒരു ചിരട്ടയ്ക്കകത്ത് വെച്ചിരുന്ന മണി പ്ലാന്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ മഞ്ഞ പോട്ടിലിരിക്കുന്നത്. മഞ്ഞ പോട്ടെന്ന് പറയാനൊന്നുമല്ല, അതൊരു ചെടിച്ചട്ടിയായിരുന്നു. അത് ഞാൻ ഇൻഡോർ പ്ലാന്റായിട്ട് കുറച്ച് റോപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇതുപോലൊരു ലീഫിനകത്ത് നിന്ന് കുറച്ച് മണി പ്ലാന്റുകളുടെ ലീഫും വേരും റൂട്ടും മാത്രമായിട്ട് ഒറ്റ ലീഫും റൂട്ടുമായിട്ട് കട്ട് ചെയ്തെടുത്ത് കുറേ എടുത്തിട്ട് ഒരുമിച്ച് ഒരു ചിരട്ടയ്ക്കകത്ത് നമ്മുടെ ഇവിടുത്തെ കോഴിവളം, നമ്മുടെ കോഴിയുണ്ടല്ലോ, കോഴികളുടെ വളം ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എടുത്ത് നട്ടു കൊടുത്തതാണ്. അത് ആ ചിരട്ടയ്ക്കകത്ത് നിന്ന് ഇളക്കിയപ്പോൾ കറക്റ്റ് ആ ചിരട്ടയുടെ ആകൃതി തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു മഞ്ഞ ചെടിച്ചട്ടിക്കകത്തോട്ട് വെച്ച് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റായിട്ട് അത് യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് കോഴിവളം ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മരപ്പൊടി ഇല്ലാത്തവർക്ക് ഇതേപോലെ കുറേ ലീഫുകൾ കട്ട് ചെയ്ത് വെച്ച് ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇഷ്ടം പോലെ തിക്കായിട്ട് വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ കാണുന്ന മഞ്ഞ പോർട്ടിലിരിക്കുന്ന കണ്ടില്ലേ, തിക്കായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന ഈ മണി പ്ലാന്റ്. ഇതേപോലെ ചിരട്ടയ്ക്കകത്ത് ഞാൻ നട്ട് വെച്ചിരുന്നതാണ്. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബുഷായിട്ട് വന്നു. ഒറ്റ ലീഫുകൾ വെച്ചാണ് വെച്ചത്. കുറേ ലീഫുകൾ വെച്ചു. അതെല്ലാം നല്ല നീറ്റായിട്ട് കിളിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ നട്ട് ഒരു പോട്ടുണ്ടാക്കി അതിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നതാണ് ആ മഞ്ഞ പോട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചകിരിച്ചോറോ മണ്ണോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം നമ്മുടെ ചിരട്ടയ്ക്കകത്ത്, അല്ലെങ്കിൽ ചിരട്ടയിലിരുന്ന് ചീഞ്ഞു പോകും വേരുകൾ. അപ്പോൾ ഇതുപോലെ ബുഷാക്കി മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കൂ.